കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ 64 ആണ് ചെയ്തത്. അയോധ്യാകാന്ഡത്തിലത്തെ 2ാം സർഗത്തിലത്തെ 64. അപ്പം അതിലെന്താ ഈ മന്ധര പറയണതാണല്ലോ. എന്താ പറഞ്ഞത്? നിൻ്റെ സ്ഥിതി ഇപ്പോൾ ഒരു ദാസിയെപ്പോലെ നിനക്ക് കൗസല്യയുടെ ദാസിയാവേണ്ടിയും ഭരതന് ശ്രീരാമൻ്റെ ഭൃത്യനാവേണ്ടിയും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഭരതൻ്റെ അഭിഷേകം നടത്താനും രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം എന്നുള്ള 2 കാര്യം നീ ഇപ്പം തന്നെ നടത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ അതിനു വേണ്ടി ശ്രമിക്കണം. എന്താ? രാമൻ്റെ അഭിഷേകം മുടക്കി ഭരതനെ അഭിഷേകം ചെയ്യണമെന്നും, അത് മാത്രം പോരാ, രാമൻ 14 കൊല്ലം കാട്ടിൽ പോയി താമസിക്കട്ടെ. പാവം സരസ്വതിദേവി പറയിപ്പിക്കുകയാണ് കേട്ടോ. ഇനി 65. തതോ രൂഢോഭയേ പുത്രസ്തവ രാജ്ഞി ഭവിഷ്യതി ഉപായം ദേ പ്രവക്ഷ്യാമി പൂർവമേവ സുനിശ്ചിതം. തഥാ അതിനാൽ രാജ്ഞി, ഹേ രാജ്ഞി റാണി, തവ പുത്ര നിന്റെ പുത്രൻ അഭയേ രൂഢ ഭവിഷ്യതി, അഭയത്തിൽ ഉറച്ചവനായി, രൂഢം, പൂർവമേവ മുമ്പേ തന്നെ, സുനിശ്ചിതം ഉപായം ഏറ്റവും ഉറപ്പുള്ള ഒരു സൊല്യൂഷൻ, ഒരു സൂത്രം, തേ പ്രവക്ഷ്യാമി നിന്നോട് ഞാൻ പറയാം. എന്താ സൂത്രം? എന്തറിയോ? അങ്ങനെ എന്താണ് ഭരതനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം പറയാൻ ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. എങ്ങനെയപ്പോൾ ഇത് അവതരിപ്പിക്കുക ദശരഥനോട്? ദശരഥനോട് ശ്രീരാമൻ്റെ അഭിഷേകം പാടില്ല, ഭരതനെ അഭിഷേകം ചെയ്യണം, മാത്രമല്ല ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം. ഇതൊക്കെ എങ്ങനെയിപ്പോൾ ദശരഥൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള സൂത്രം പറഞ്ഞു തരാം. ഉപായം എന്താ അറിയോ? അങ്ങയുടെ പുത്രന് ഒരു ഭയവും വേണ്ട. ഞാനൊരു സൂത്രം പറയാം. അങ്ങയുടെ പുത്രൻ ഭയപ്പെടണ്ട, രാജാവാവാം. അതായത് ഈ ഇത്ര ഗുണവാനും മൂത്തവനുമായിട്ടുള്ള എന്താണ് രാമൻ ഉണ്ടാവുമ്പോൾ, രാമനാണല്ലോ മൂത്തത്, അങ്ങനെ രാമനിരിക്കുമ്പോൾ എൻ്റെ പുത്രനെ എങ്ങനെയാണ് അഭിഷേകം ചെയ്യാൻ സാധിക്കുക എന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട. അതിനുള്ള സൂത്രം, ഉപായത്തെ ഞാൻ പറഞ്ഞു തരാം. അത് മുമ്പെന്നെ ഉറപ്പിച്ചൊരു വഴിയാണ്. ഇത് മന്ധരയ്ക്ക് ഇത് ഉള്ളിലും ഇങ്ങനെ ഉണ്ട്. കാരണം മന്ധര കൈകേയിയുടെ കൂടെ കെ രാജ്യത്ത് നിന്ന് വന്നതുകൊണ്ട് കൈകേയിയോടും എന്താണ് ഭരതനോട് തന്നെ കൂറുള്ളൂ, സ്വന്തം എന്ന് അവരെ വിചാരിക്കണേ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ കണ്ടുന്നു, അഥവാ ഇനി ശ്രീരാമനെ ആക്കുകയാണെങ്കിൽ അതിന് എന്ത് സൂത്ര വേണ്ടെന്നൊക്കെ ഇവള് മനസ്സിൽ, അഥവാ ദശരഥൻ ശ്രീരാമനെ ആക്കുകയാണെങ്കിൽ എന്ത് സൂത്രമാണ് പ്രയോഗിക്കേണ്ട ഭരതനെ ആക്കാൻ എന്നൊക്കെ ഇവൾക്ക് ഓൾറെഡി മനസ്സിലുണ്ട്. അതാ പറയണത്, അങ്ങയുടെ പുത്രന് ഒരു ഭയവും വേണ്ട, വളരെ ഗുണവാനും ജ്യേഷ്ഠനുമായിട്ടുള്ള ശ്രീരാമൻ ഇരിക്കുക എങ്ങനെയാണ് എൻ്റെ മകനെ പുത്രനെ സാധിക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള ദുഃഖം രാജ്ഞിക്കും വേണ്ട, കൈകേയിക്കും വേണ്ട. എന്താ കാരണം വെച്ചാൽ അതിനുള്ള മാർഗം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതൊക്കെ മുമ്പെന്നെ ഞാൻ ഉറപ്പിച്ച് വെച്ചതാണ്. എന്താണ്? 65 വായിച്ച് 66 പോവാം. തതോ രൂഢോ ഭയേ പുത്രസ്തവ രാജ്ഞി ഭവിഷ്യതി ഉപായം തേ പ്രവക്ഷ്യാമി പൂർവമേവ സുനിശ്ചിതം. പണ്ടേ ഉറപ്പിക്കപ്പെട്ടത്. പുരാ ദേവാസുരേ യുദ്ധേ രാജാ ദശരഥ സ്വയം ഇന്ദ്രേണ യാചിതോ ധന്വി സഹായാർത്ഥം മഹാരഥ. ഈ 3 കൂടി ഒന്നിച്ച ജഗാമസേനയാ സാർത്ഥം ത്വയാ സഹ ശുഭാനനേ യുദ്ധം പ്രകുർവതസ്തസ്യ രാക്ഷസൈ സഹ ധന്വിനഃ.
തദാക്ഷകീലോ നൃപതഛിന്നസ്തസ്യ ന വേദ സഹ ത്വം തു ഹസ്തം സമാവേശ്യ കീലരന്ധ്രേതി ധൈര്യതഃ സ്ഥിതവത്യസിതാപാംഗീ പതിപ്രാണപരീപ്സയാ തതോ ഹത്വാ സുരാൻ സർവാൻ ദദർശ ത്വാമരിന്ദമാ. നമുക്ക് ഈ കഥ അറിയാം. പിന്നെ യുദ്ധത്തിന് പോയപ്പോഴേ പുരാ ദേവാസുര യുദ്ധേ, പണ്ട് ദേവാസുര യുദ്ധം നടക്കുകയാണ്. അപ്പോൾ മഹാരഥ രാജാ ദശരഥ വളരെ പ്രതാപശാലിയായിട്ടുള്ള, മാത്രമല്ല പറഞ്ഞില്ലേ നമ്മൾ 10 രഥത്തിൽ ഒരേ സമയത്ത് 10 ദിക്കിലേക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അതാണ് മഹാരഥനായിട്ടുള്ള ദശരഥ മഹാരാജാവ്. സ്വയം ഇന്ദ്രേണ, അതായത് സഹായം ചോദിച്ച് വന്ന ഇന്ദ്രനാൽ സഹായാർത്ഥം യാചിതം, ഇന്ദ്രൻ തന്നെ നേരിട്ട് വന്ന് സഹായം ചോദിച്ചു. ആരോട്? ദശരഥനോട്. പണ്ട് ധന്വി അപ്പോൾ റെഡിയായിട്ട്, ധന്വി ധനുസ്സൊക്കെ എടുത്തിട്ട് സേനയാസാർത്ഥം ത്വയാ സഹ ശുഭാനനെ ജഗാമ. അപ്പം അന്ന് ദശരഥൻ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പോയപ്പോൾ നീയും കൂടെ പോയി. ദശരഥൻ്റെ സേനയോടുകൂടി ദശരഥൻ ഇന്ദ്രനെ സഹായിക്കാനായിട്ട്, പിന്നെ എന്താണ്, യുദ്ധത്തിൽ സഹായിക്കാൻ പോയപ്പോൾ നിന്നെയും കൂടെ കൊണ്ടുപോയി. അത്ര സാരാണ്. കൈകേയിയും കൊണ്ടുപോയി. കൈകേയും പോയിരുന്നു യുദ്ധത്തിന്. അപ്പോഴോ രാക്ഷസൈഹി സഹയുദ്ധം പ്രകുർവത ധന്വിന തസ്യ, രാക്ഷസന്മാരോട് കൂടെ യുദ്ധം ചെയ്യുന്ന ആ വളരെ നല്ല ധനുസിലൊക്കെ നല്ല പ്രാഗൽഭ്യമുള്ള ആ രാജാവിൻ്റെ അക്ഷകീല ഛിന്ന തദാന്യപതത്, ആ ചക്രത്തിൻ്റെ ആണി മുറിഞ്ഞു വീണു. അക്ഷകീല ഛിന്ന തദാന്യപതത്, ആ ചാവിയോ എന്താ വെച്ചാൽ അത് ആണി മുറിഞ്ഞു വീണു. സ അന്ന വേദ, അത് ദശരഥൻ അറിഞ്ഞില്ല. പക്ഷേ കൈകേയി കണ്ടു രഥത്തിലിരിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രഥത്തിനൊരു കുഴപ്പമുണ്ടാവരുത് ഈ യുദ്ധത്തിനെ സമയിച്ചിട്ട്, അസിതാപാങ്കി ത്വം തു, അങ്ങ് സുന്ദരിയായ പിന്നെ കൈകേയി അന്ന് എന്താ ചെയ്ത്? കീലാന്ത്രേ അതിധൈര്യത ഹസ്തം സമാവേശ്യ, ആ ഓട്ടയുടെ ആ അച്ചിൻ്റെ ദ്വാരത്തിൽ ഒരാണി പോകുന്ന ഒരു ദ്വാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ ചെറിയവരിലൊക്കെ കിടക്കാൻ പറ്റുള്ളൂ. അതിൽ നല്ല ധൈര്യത്തോടു കൂടിയിട്ട് ആണിക്ക് പകരം, അല്ലെങ്കിൽ ആ ചക്രം വിട്ടുകിട്ട് പോന്നാലോ വിചാരിച്ചിട്ട് അത് കണ്ടു കൈകേയി, ആ ആണി പോന്നതേ. അപ്പോൾ ആ ആണിക്ക് പകരം നല്ല ധൈര്യത്തോടു കൂടി തൻ്റെ കയ്യിലത്തെ വിരലിനെ ആയിരിക്കണം ഹസ്തം എന്ന് പറഞ്ഞു, ഹസ്തത്തെ പ്രവേശിപ്പിച്ചിട്ട്, അതോ ഇനി അത്ര വലുതാച്ചാൽ കയ്യിനിടാൻ പറ്റുമോ അറിയില്ല, പ്രതിപ്രാണ പരീപ്സയ, ഭർത്താവിൻ്റെ പ്രാണനെ രക്ഷിച്ചു. അങ്ങനെ കുറേ നേരം ഇരുന്നു. യുദ്ധം കഴിയണ വരെ തൻ്റെ ആണിക്ക് പകരം തൻ്റെ കൈ ഇട്ടിട്ട് ഇരുന്നു. അങ്ങനെ ഭർത്താവിനെ രക്ഷിച്ചു ദശരഥനെ. തഥ സർവാൻ അസുതാൻ ഹത്വ, അങ്ങനെ സകല അസുരന്മാരെയും ഹനിക്കുന്നത് വരെ അരിന്ദമഹ തഥം ത്വാം ദദർശ. അപ്പോഴാണ് ദശരഥൻ കണ്ടുള്ളൂ. ഈ പിന്നെ ദശരഥൻ മനസ്സിലായിട്ടില്ല ആണി പോയതൊന്നും. ആണി പോയതും കൈകേയി മിണ്ടാതെ അതിൽ ആണിട്ടത് കൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ അസുരന്മാരെ മുഴുവൻ നിഗ്രഹിക്കാനും കഴിഞ്ഞു എന്നുള്ളത് പിന്നെയാണ് ദശരഥൻ കണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ എന്താ അപ്പം ഈ 4 ശ്ലോകത്തിൻ്റെ ചുരുക്കം വെച്ചാൽ, പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായി. അപ്പോൾ ദേവന്മാർ മഹാരഥനായിട്ടുള്ള ദശരഥ മഹാരാജാവിനോട് സഹായം വേണമെന്ന് പറഞ്ഞ് ഭൂമിയിൽ അവനോൻ തന്നെ വന്ന് അഭ്യർത്ഥിച്ചു. അപ്പം അദ്ദേഹം അമ്പും വില്ലുമൊക്കെ എടുത്ത് അനവധി സൈന്യങ്ങളോടുകൂടി ദേവലോകത്തിലേക്ക് പോവുമ്പോൾ എന്താ ചെയ്ത്? കൈകേയിയും കൂട്ടിക്കൊണ്ടുപോയി. കൈകേയിയും കൂടെ പോയി. അപ്പം ഇങ്ങനെ ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ആ തേരിൻ്റെ ആ ചക്രത്തിൻ്റെ അച്ചുതണ്ടിലിട്ടിരുന്ന ആ ആണി മുറിഞ്ഞു വീണു. അത് ദശരഥൻ അറിഞ്ഞില്ല. ആ സമയത്ത് അതിസുന്ദരിയായിട്ടുള്ള കൈകേയി നല്ല ധൈര്യത്തോടു കൂടി തൻ്റെ കയ്യിനെ
ഉപയോഗിച്ച് ആ ആണിയുടെ സ്ഥാനത്ത് കയ്യ് ഇട്ടിട്ട് യുദ്ധം അവസാനിക്കണ വരെ അങ്ങനെ കയ്യ് അതിൻ്റെ ഉള്ളിട്ടിട്ട് ദശരഥനെ അറിയിക്കാതെ ഭർത്താവിൻ്റെ പ്രാണന് ഒരു നാശം വരാതെ എല്ലാ അസുരന്മാരെയും വധിക്കണ വരെ അങ്ങനെ ഇരുന്നു. അങ്ങനെ എല്ലാ അസുരന്മാരെയും വധിച്ച് യുദ്ധം അവസാനിച്ചപ്പോഴാണ് എന്ത് കണ്ടത് ദശരഥൻ? ഈ അച്യുതണ്ടിൻ്റെ ദ്വാരത്തിൽ സ്വന്തം കയ്യ് ആണ് ഇട്ട് ഇത്ര നേരം ഇന്നിരുന്ന കൈകേയി എന്ന് ദശരഥന് മനസ്സിലായത്. അപ്പം സന്തോഷമാവുമല്ലോ, ഭയങ്കരമായിട്ട് സന്തോഷവും നന്ദിയും കൃതജ്ഞതയും തോന്നി. ആർക്ക്? ദശരഥന്. ആരോട്? കൈകേയിയോട്. കൈകേയി എൻ്റെ ജീവൻ രക്ഷിച്ചു, മാനവും രക്ഷിച്ചു എന്നുള്ളൊരു അത്രയ്ക്കൊരു കടപ്പാട് പോലെയായി. ആരോട്? കൈകേയിയോട്. അത് പറഞ്ഞതൊന്നുമില്ല, വേദനയോ എന്താ വെച്ചാൽ സഹിച്ചത് കഴിയണ വരെ ഇരുന്നുവേ. അപ്പം അത് വലിയൊരു കാര്യമല്ലേ. പുത്ര ദേവാസുരേ യുദ്ധേ രാജാ ദശരഥ സ്വയം ഇന്ദ്രേണ യാചിതോ ധന്വി സഹായാർത്ഥം മഹാരഥഃ ജഗാമസേനയാ സാർദ്ധം ത്വയാ സഹ ശുഭാനനെ. നീയും പോയി ശുഭാനനായിട്ടുള്ള കൈകേയും യുദ്ധം ചക്രുർവതസ്തസ്യ രാക്ഷസൈഃ സഹ ധന്വിന തദാക്ഷകീലോ. അതാണ് ചക്രത്തിൻ്റെ നൃപതച്ഛിന്ന സ്തസ്യ ന വേദസഹ. ആ അണി വീണപ്പോൾ ന വേദ സ, ദശരഥൻ അറിഞ്ഞില്ല. ത്വംതു ഹസ്തം സമാവേശ്യ, അതിൽ കൈയിട്ട് കീലരന്ധ്രേതി ധൈര്യത, ആ ദ്വാരത്തിൽ കൈയിട്ടിരുന്നു. സ്ഥിതവത്യസിതാപാംഗി പതി പ്രാണപരീപ്സയാ, ഭർത്താവിൻ്റെ പ്രാണൻ രക്ഷിച്ചില്ലേ. തതോ ഹത്വാസുരാൻ സർവാൻ, എല്ലാ അസുരന്മാരെയും കൊന്നതിന് ശേഷം ദദർശ ത്വാ മരിന്ദമ. അപ്പോഴാണ് ദശരഥൻ അവസാനം കണ്ടത് ഇത്. ഇനി നെക്സ്റ്റ് 4 ശ്ലോകം. ആശ്ചര്യം പരമം ലേഭേ ത്വാമാലിംഗ്യമുദാന്വിതഃ വൃഷീണ യത്തെ മനസി വാഞ്ചിതം വരദോസ്മ്യഹം വരദ്വയം വൃണീഷ്വ ത്വമേവം രാജാവദൽ സ്വയം ത്വയോക്തോ വരദോ രാജന്യതി ദത്തം വരദ്വയം ത്വയ്യേവ തിഷ്ഠതു ചിരം ന്യാസഭൂതം മമാനഖ യദാമേവ സരോ ഭൂയാത് തദാ ദേഹി വരദ്വയം തഥേത്യുക്ത്വാ സ്വയം രാജാ മന്ദിരം വ്രജ സുവ്രതേ ത്വത്തഃ ശ്രുതം മയാ പൂർവമിദാനീം സ്മൃതിമാഗതം. എന്താ പറഞ്ഞത്? മുദാ അന്വിതം ത്വാം ആലിംഗ്യ. സന്തോഷമായിട്ട് ദശരഥൻ നിന്നെ, അതായത് മന്ദര പറയാണല്ലോ, നിന്നെ ആലിംഗനം ചെയ്തിട്ട് പരമം ആശ്ചര്യം ലേഭേ, ഭയങ്കര അത്ഭുതമായി. ദശരഥനെ അത്ഭുതമാണ്ടിരിക്കില്ലല്ലോ. എന്നിട്ട് ആലിംഗനം ചെയ്തു സന്തോഷമായിട്ട്. യത്തെ മനസ്സി തദ് വൃണീഷ്വ. എന്നിട്ട് പറഞ്ഞു കൈകേയിയോട് സന്തോഷമായപ്പോൾ എന്താ പറഞ്ഞ്? നിന്റെ മനസ്സിൽ യത്തെ മനസ്സി തത് വൃണീഷ്വ, നിന്റെ മനസ്സിൽ എന്താ ആഗ്രഹമുള്ളത് അതിനെ നീയെ വരിച്ചു കൊള്ളുക. എന്ത് വരാ വേണ്ടത് നിനക്കാച്ചാ നീ എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അത്ര സന്തോഷമായി ദശരഥന്. പ്രാണൻ രക്ഷിച്ചുല്ലോ. അപ്പോൾ പറഞ്ഞു, നിനക്ക് എന്ത് വരാ വേണ്ടച്ചാ എന്നോട് ചോദിച്ചോളൂ. അഹം വരദഃ അസ്മി, ഞാൻ വരം നൽകാം. ത്വം വരദ്വയം വൃണീഷ്വ, നീ 2 വരം ചോദിച്ചോളൂ, 1 അല്ല 2 വരം തന്നെ ഞാൻ നിനക്ക് തരാം. ഏവം രാജ സ്വയം അവദത്, ഇപ്രകാരം രാജാവ് പറഞ്ഞപ്പോൾ രാജൻ വരദഃ യതി, ഹേ രാജാവേ, വരം അങ്ങ് തരാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് തരാൻ കഴിവുള്ളവനാണെങ്കിൽ, ദത്തം വരദ്വയം, ആ നൽകപ്പെട്ട 2 വരം, അനഘ, ഹേ പാപമില്ലാത്തവനെ, മമ ന്യാസഭൂതം, എന്നാൽ സമർപ്പിക്കപ്പെട്ടതായിട്ട്, തൊയ് ഏവ ചിരം തിഷ്ഠതു, അത് അങ്ങയിൽ തന്നെ ഇപ്പം ഇരിക്കട്ടെ. അതായത് ഞാനൊരു റേഞ്ചൊക്കെ എടുക്കുകയാണെന്ന് പറയും നമ്മൾ, അതുപോലെയാണ്. അത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ആ വരം തരാമെന്ന് പറഞ്ഞ വാക്ക്. എന്നിട്ട് ഇപ്പം എനിക്ക് വേണ്ടാന്ന്, ചുരുക്കം അത്രയേ ഉള്ളൂ, എനിക്കിപ്പോൾ വേണ്ട വരം, പിന്നെയോ അങ്ങയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? തൊയ് ഏവ ചിരം തിഷ്ഠതു, ആ വരം അങ്ങയിൽ തന്നെ ഇപ്പം തൽക്കാലം ഇരിക്കട്ടെ.
മേ യഥാ അവസരം ഭൂയാത്, എനിക്ക് എപ്പോഴാണ് ഒരവസരം, ഒരു വരത്തിൻ്റെ ആവശ്യം എപ്പോഴാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അപ്പോൾ ഒരവസരം വരുമ്പോൾ തഥാ വരദ്വയം ദേഹി, അപ്പം എനിക്ക് ആ 2 വരം തന്നാൽ മതി. ഇതി ത്വയാ ഉക്ത എന്ന് നീ പറഞ്ഞു. ആരോട്? നിൻ്റെ ഭർത്താവിനോട്. തഥ അങ്ങനെയാകട്ടെ സുവ്രതേ, ശരി അങ്ങനെ ആവട്ടെ എന്ന് അന്ന് പറയുകയും ചെയ്തു. ആര്? ദശരഥൻ. ഇപ്പോൾ വേണ്ടാച്ചാ ഓക്കെ, എപ്പോഴാണ് നീ വേണ്ടാച്ചാ ഞാൻ പറഞ്ഞില്ലേ, ആവശ്യം വരുമ്പോൾ മതി പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു ദശരഥൻ. എന്നിട്ട് മന്ദിരം വ്രജ, ശിബിരത്തെ പ്രാപിച്ചാലും ഇത് ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ത്വത്തഹ മയാ പൂർവം ശ്രുതം, അത് നീയെ എന്നോടെന്നെ മുമ്പ് പറഞ്ഞതാണ്. കൈകേയി തന്നെ പറഞ്ഞതാ മന്ധരോടെ യുദ്ധം കഴിഞ്ഞ് വന്നപ്പോഴേ. ഇതാനും സ്മൃതിം ആഗതം, അതിപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നു എന്ന്. 2 വരം എങ്ങനെയപ്പോൾ അത് ദശരഥനെ അവതരിപ്പിക്കുക? ശ്രീരാമനെ പകരം എന്താണ് ഭരതനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ 14 കൊല്ലം കാട്ടിലേക്ക് അയക്കണമെന്നും അവതരിപ്പിക്കുക എങ്ങനെയാണെന്നുള്ളതിനൊരു വഴിയാണ് പറഞ്ഞതപ്പോൾ. എന്താ പറഞ്ഞ വെച്ചാൽ, പണ്ട് യുദ്ധത്തിന് പോയപ്പോൾ ഇങ്ങനെ സന്തോഷമായപ്പോൾ ദശരഥൻ വളരെ സന്തുഷ്ടനായിട്ട് നിന്നോട് പറഞ്ഞു, എനിക്ക് നിനക്ക് വരം നൽകണമെന്നുണ്ട, എന്ത് വരാ വേണ്ടാച്ചാൽ ചോദിച്ചോളൂ, ഞാൻ 2 വരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൈകേയി പറഞ്ഞു, ഇപ്പം എനിക്ക് വരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ അങ്ങയുടെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചോളൂ, വരം തരാനുള്ള ആഗ്രഹം എന്താ പറഞ്ഞൂല, ആ വരം ഇപ്പം ഞാൻ ചോദിക്കണില്ല, ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ അങ്ങനെ ആവാം, ശരി നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഈ 2 വരം ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് പറഞ്ഞ് അവർ തിരിച്ചു മടങ്ങി വരും ചെയ്തു. അത് നീയെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മന്ധരോട് തിരിച്ചു വന്നപ്പോൾ വന്നു കഴിഞ്ഞ് പറഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ എന്താണ് വിസ്തരിച്ചൊക്കെ യുദ്ധത്തിനുണ്ടായ കാര്യങ്ങളൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു വിവരം അന്ന് മന്ധരോട് പറഞ്ഞിട്ടുണ്ട്. ആര്? കൈകേയി. ദേവാസുര യുദ്ധം കഴിഞ്ഞ് വന്നപ്പോഴേ സന്തോഷമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ടായി, ദശരഥൻ എന്നിൽ സന്തുഷ്ടമായിട്ട് 2 വരം ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ വേണ്ട പറഞ്ഞു, എപ്പോഴാ വെച്ചാൽ പിന്നെ മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എന്ന് പറയുകയാണ് ആര്? മന്ധര. അപ്പോൾ നമുക്ക് ഇനി സമയമുണ്ടോ എനിക്കറിയില്ല. ഇനി നമുക്ക് 4 വായിച്ചിട്ട് പിന്നത്തെ എനിക്ക് പോകാം. ആശ്ചര്യം പരമം ലേഭേ ത്വാമാലിംഗ്യമുദാന്വിത വൃണീഷ്വയത്തെ മനസി വാഞ്ചിതം വരദോസ്മ്യഹം വരദ്വയം വൃണീഷ്വ ത്വമേവം രാജാവദൽ സ്വയം ത്വയോക്തോ വരദോ രാജന്യതി ദത്തം വരദ്വയം ത്വയ്യേവ തിഷ്ഠതു ചിരം. അങ്ങനെ തന്നെ വെച്ചോളൂ ആ വരം പോന്ന്. ന്യാസഭൂതം മമാനഖ യഥാ മേ അവസരോ, എനിക്ക് അവസരം വരുമ്പോൾ ഭൂയാത്തതാ അപ്പോൾ ദേഹി വരദ്വയം, ആ 2 വരം അവസരം വരുമ്പോൾ തന്നാൽ മതി. തഥേത്യുക്ത്വാ സ്വയം രാജ മന്ദിരം വ്രജ സുവ്രതേ, ഇത് പറഞ്ഞ് അവർ രാജധാനിയിലേക്ക് പോയി. ത്വത്ത ശ്രുതം മയാ പൂർവമിതാനീം സ്മൃതിമാഗതം, നിന്നാൽ പറയപ്പെട്ട ഈ ഒരു സംഭവം എനിക്കിപ്പോൾ സ്മൃതിയിൽ വന്നു, മീൻസ് ഓർമ്മ വന്നു എന്നാണ് പറഞ്ഞത്. ഇനി 2 ശ്ലോകം. അതശീഘ്രം പ്രവിശ്യാദ്യ ക്രോധാകാരം രുഷാൻവിത വിമുച്യ സർവാഭരണം സർവതോ വിനികീര്യ ച ഭൂമാവേവ ശയാനാത്വം തൂഷ്ണീമാധിഷ്ഠഭാമിനി യാവൽ സത്യം പ്രതിജ്ഞായ രാജാഭീഷ്ടം കരോതി തേ. എന്താ പറയണം എന്നിട്ടിപ്പോൾ? അതാ ശീഘ്രം, അതുകൊണ്ട് വേഗം, രുഷാൻവിത നീയ് കോപം നടിക്കണം. ക്രോധാകാരം പ്രവേശിച്ച എന്താ? ക്രോധം നടിക്കണം. എന്നിട്ടോ ക്രോധാകാരത്തെ പ്രവേശിച്ചിട്ട്, അതായത് എന്താണ് ക്രോധം ആയിട്ട് ഒരു തന്നെ അടച്ചിരിക്കുക, അങ്ങനെയൊക്കെ ദേഷ്യ സർവാഭരണം വിമുച്യ, എല്ലാ ആഭരണത്തെ അഴിച്ചു വയ്ക്കണം ക്രോധം കാണിക്കാൻ. സർവതാ വിനികീര്യാച്ച, എന്നിട്ട് 4 ഭാഗത്തൊക്കെ വലിച്ചെറിഞ്ഞ് ഭൂമൗയേവ ശയാന, നിലത്ത് കിടക്കണം. ഭാമിനി ഹേ ഉത്തമേ രാജ സത്യം പ്രതിജ്ഞായ, അപ്പം രാജാവ് സത്യം ചെയ്തിട്ട് യാവത്തെ അഭീഷ്ടം കരോതി, അപ്പം പറയും രാജാവ് അടുത്ത് വന്നിട്ട്, നിനക്ക് എന്താ ഇപ്പം ഇത്ര വിഷമം, ഇത്ര സന്തോഷമായിട്ടിരിക്കുക, നീ എന്താ ഇപ്പം ദേഷ്യപ്പെട്ട്
സങ്കടപ്പെട്ട് ഈ നിലത്ത് കിടന്ന് കരയണു, എല്ലാ ആഭരണങ്ങളൊക്കെ അഴിച്ചിട്ട്. നിനക്ക് എന്ത് പറ്റി? നിനക്ക് എന്ത് വിഷമാണെങ്കിലും എന്ത് നിനക്ക് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരാം, നീ എന്താ പ്രതിജ്ഞ ചെയ്യണു എന്ന് രാജാവ് അപ്പം പറയും. എന്നുവെച്ചാൽ രാജാവിന് കൈകേയി അത്ര സാരാണ്. അപ്പോൾ കൈകേയിക്ക് വിഷമായി എന്ന് പറഞ്ഞാൽ അതിന് തീർക്കാൻ വേണ്ടി പറയുക, നിനക്ക് എന്താ വിഷമം? ആ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണെന്ന് അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്യേ. അതൊക്കെ അറിയാപ്പോൾ പിന്നെ പിന്നെ എന്താ മന്ധരയ്ക്ക്. അപ്പോൾ നിൻ്റെ അഭീഷ്ടത്തെ അപ്പം എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ ചെയ്യും രാജാവ്. യാവത്തെ അഭീഷ്ടം കരോതി, അപ്പം നിൻ്റെ അഭീഷ്ടം എന്താന്ന് പറഞ്ഞാൽ അത് ചെയ്യും. തൂഷ്ണിയും ആധിഷ്ഠ, എന്നിട്ട് പിന്നെ മിണ്ടാതിരുന്നോളൂ എന്ന് പറഞ്ഞു. എന്താ കഥ അല്ലേ പറഞ്ഞു കൊടുക്കുക. അതായത് ശരിക്കും സരസ്വതി ദേവി അത് ഓർമ്മിപ്പിച്ചു അല്ലേ. അത് പണ്ട് കഴിഞ്ഞ കാര്യമാണ്. അത് ആ അവസരത്തിൽ ഓർമ്മിപ്പിച്ചു. കൈകേയിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല, മന്ധരയെ ഓർമ്മിപ്പിച്ചു. മന്ധരയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് സരസ്വതി ദേവി. എന്താണ്? അതുകൊണ്ട് നീ ദേഷ്യപ്പെട്ടാൽ ഇരിക്കാനുള്ളൊരു മുറിയുണ്ട് അത്രേ. എല്ലാറ്റിനും മുറിയുണ്ടല്ലോ വലിയ രാജധാനികളിലൊക്കെ. അപ്പോൾ ഒരു ദേഷ്യം വന്നാൽ പോയി ഇരിക്കാനുള്ളൊരു മുറിയുണ്ട്, ക്രോധാകാരം എന്ന് പറഞ്ഞിട്ടൊരു മുറിയുണ്ട്. അവിടെ പോയി, അതാ പറഞ്ഞത്, ദേഷ്യപ്പെട്ടാൽ ഇരിക്കാനുള്ള ആ മുറിയിൽ നീ വേഗം പോവുക. അതായത് എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ പോയിരിക്കാനാവും വേണമെങ്കിൽ വിചാരിച്ചതേ. എല്ലാവരുടെയും അന്തപ്പുരത്തിൽ അനവധി മുറികളത്തെ ഒരു മുറി ദേഷ്യം വന്നാൽ പോയി ഇരിക്കാനാണ്. തരക്കടില്ല, ശരിക്ക് ആലോചിച്ച തരക്കടില്ല അല്ലേ, ആരും കാണാണ്ട് തന്നെ മാറി ദേഷ്യം വെച്ചാൽ വളരെ നന്നായി. ഇതിപ്പോൾ തന്നെ മാറുന്ന ദേഷ്യമല്ല എങ്കിൽ പോലും. അപ്പോൾ ദേഷ്യം വന്നാൽ സാധാരണ പോയി ഇരിക്കാനുള്ള മുറിയിൽ നീ പോയി ഇരുന്നോളൂ. എന്നിട്ട് ഭയങ്കര ക്രോധം കാണിക്കണം. എന്നിട്ട് നിലത്ത് കിടക്കണം. എല്ലാ ആഭരണങ്ങളും അഴിച്ചു വയ്ക്കുമ്പോഴും പോരാ, എല്ലാ ആഭരണങ്ങളും അഴിച്ച് എറിയണം 4 ഭാഗത്തും. എന്നിട്ട് അപ്പം രാജാവ് പിന്നെ നിൻ്റെ അടുത്ത് വരും. എത്ര പറഞ്ഞാൽ നീ അപ്പോൾ പിന്നെ എന്താണ് കുറേ ആദ്യമൊക്കെ നീ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ രാജാവിൻ്റെ മനസ്സ് അലിയണ സമയത്ത് രാജാവ് എന്ത് പറയുമറിയോ, നിനക്ക് എന്ത് ആഗ്രഹം, നിൻ്റെ എന്ത് അഭീഷ്ടവും സാധിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. നിൻ്റെ ഈ ദുഃഖം എനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ട് നിൻ്റെ ഈ ദേഷ്യം എനിക്ക് കാണാൻ വയ്യ, ദുഃഖവും ദേഷ്യമൊന്നും. അപ്പം അതുകൊണ്ട് നിൻ്റെ എന്ത് അഭീഷ്ടവും ഞാൻ സാധിപ്പിക്കാൻ തയ്യാറാണ്. അതാ ഞാൻ സത്യം ചെയ്യണമെന്ന് തന്നെ പറയും. അത്ര നേരം നീ രാജാവ് അങ്ങനെ ഒരു പരുവത്തിൽ എത്തണ വരെ നീ ക്രോധാവേശം കൊണ്ട് ഭർത്താവിനെ വലയ്ക്കണം. അപ്പം അത്ര വിഷമമായിട്ടുള്ള സമയത്ത് എന്ത് പറയും, നിൻ്റെ എന്ത് അഭീഷ്ടവും സാധിപ്പിക്കാം, ഇതാ ഞാൻ പ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറയും. ആ പ്രതിജ്ഞ ചെയ്യണ വരെ ഒരു വാക്ക് പോലും പറയരുത് അങ്കണം. ഈ ദേഷ്യം നടിച്ച് ലഹള അതായത് ദേഷ്യം നടിച്ച് ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുള, ഈ സാധനങ്ങളൊക്കെ 4 പുറം അങ്ങനെ ചെയ്യുക, ഒന്നും പറയരുത്. കുറേ കഴിയുമ്പോൾ ഭയങ്കര വിഷമാവുമല്ലോ. അപ്പം പറയും, നിൻ്റെ ഈ വിഷമം കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ, എന്താ നിൻ്റെ അപേക്ഷിച്ച് ഞാൻ സാധിക്കാം, എന്ത് പറഞ്ഞാലും ഞാൻ അത് സാധിപ്പിക്കാം, ഞാൻ എന്താ സത്യം ചെയ്യണമെന്ന് അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്യും. ആ പ്രതിജ്ഞ ചെയ്യണ വരെ ഒരക്ഷരം വേണ്ടരുതെന്ന്. എന്താ അല്ലേ ഉപദേശം ഈ മന്ധരയുടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം മതി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്തത് അല്ലെങ്കിൽ അടുത്തും കൂടി ചെയ്യാം. ശ്രുത്വ അല്ല അത് വായിച്ചിട്ട്. അതശീഘ്രം പ്രവിശ്യാദ്യ ക്രോധാകാരം രുഷാൻവിത വിമുച്യ സർവാഭരണം സർവതോ വിനികീര്യ ച ഭൂമാവേവ ശയാനാത്വം തൂഷ്ണീമാധിഷ്ഠഭാമിനി യാവസത്യം പ്രതിജ്ഞായ രാജാഭീഷ്ടം കരോതി തേ. ശ്രുത്വാ ത്രിവക്രയോക്തം തദ കേകയനന്ദിനി തഥ്യമേവാഖിലം മേനെ ദുസ്സംഗാഹിത വിഭ്രമ. അപ്പോൾ ഈ മന്ധര പറഞ്ഞത് കേട്ടിട്ട്, അതാ ത്രിവക്ര ഉക്തം തത് ശ്രുത്വ, ഈ 3 വളവുള്ള മന്ധര പറയപ്പെട്ട അതിനെ കേട്ടിട്ട് തഥാ കേകയ നന്ദിനി, കേകയ രാജാവിൻ്റെ പുത്രി കൈകേയി ദുസ്സംഗാഹിത വിഭ്രമ, ദുസ്സംഗം കൊണ്ട് അതാണ് ഈ ദുസ്സംഗത്തിൻ്റെ ഒരു ശക്തി. പരിഭ്രമിച്ചവളായിട്ട് അഖിലം തഥ്യമേവ മേനെ, എല്ലാം സത്യമാണെന്ന് വിചാരിച്ചു. അതാണ് പറഞ്ഞത്. ഈ മന്ധര പറഞ്ഞ കൂനി പറഞ്ഞതൊക്കെ കേട്ടിട്ട് കൈകേയി ഈ ദുസ്സംസർഗത്തിൻ്റെ പിന്നെ ഇഫക്റ്റ്, അതിൻ്റെ
ശക്തി കാരണം ഇത് ശരിയാണ്, സത്യമാണ് എന്നങ്ങോട്ട് തെറ്റിദ്ധരിച്ചു ഇവൾ പറയണതൊക്കെ. എന്നിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നങ്ങോട്ട് ബോധ്യമായി. ഇതാണ് നമ്മൾ ശരിക്കും വേറൊരു കാര്യം ഇതിൽ പഠിക്കേണ്ട. അത് നമുക്ക് അത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്താം. നമ്മൾ ഒരാൾ നമുക്ക് അല്ലെങ്കിൽ അത്ര നല്ലൊരാളല്ല, നമ്മൾക്ക് നമ്മുടെ മനസ്സിന് ആ ആളായിട്ടുള്ള സംഘം നമ്മുടെ മനസ്സിന് നന്നല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അപ്പം തന്നെ അകന്ന് നിൽക്കണം. അതുകൊണ്ടാണ് എപ്പോഴും പറയണത്, നമുക്ക് നല്ല കൂട്ടല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ അവരോട് ദേഷ്യമൊന്നും വേണ്ട, അവരിൽ നിന്ന് അകന്ന് നിൽക്കണം എന്ന് എല്ലാ വലിയ ആൾക്കാർ മഹാത്മാക്കളൊക്കെ അത് പറയും. എന്താ കാരണം വെച്ചാൽ ഇപ്പം തന്നെ കൈകേയി ആദ്യം പറഞ്ഞില്ലേ, എന്താ നീ പറയണത്, എനിക്ക് മകനെ പോലെയാണ് രാമൻ, എന്നെ അമ്മയെക്കാളും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞില്ല. ആ സമയത്ത് പിന്നെയും പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു കൈകേയി, നീ ഒന്നും പറയണ്ട എന്നോട്, എനിക്കിതൊന്നും കേൾക്കണ്ട, നീ അപ്പുറത്തേക്ക് പൊക്കോ, എനിക്ക് രാമനെ അറിയാം, രാമനെ എന്നെ അറിയാം, എനിക്കതിൽ യാതൊരു വിഷമമില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ, കൈകേയിക്കിത് പറയാനൊരു അവസരം കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഈ ദുസ്സംഗത്തിൻ്റെ ഈ ചീത്ത ഫലം കൈകേയിക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ഓഫ് കോഴ്സ് ഇതൊക്കെ വിധി അനുസരിച്ച് നടക്കുകയാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് എന്താ നോക്കേണ്ടത് വെച്ചാൽ, നമുക്ക് നമ്മുടെ മനസ്സിന് പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കണ ഒരാളാണെങ്കിൽ ആ ആളെ നമുക്ക് അകന്ന് നിൽക്കാമല്ലോ, വേറൊന്നും വേണ്ട. അവരെ ദേഷ്യപ്പെടുക, അവരോട് ദേഷ്യമോ ഒന്നും വേണ്ട, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും അവരിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്താൽ അവരുടെ ദുസ്സംഗം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് നമുക്കില്ലാതിരിക്കും. അത് ഒരു നല്ല പാഠമാണ് ഇതിൽ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കൈകേയി തെറ്റിദ്ധരിച്ചു, ഇവളുടെ വാക്കിൽ നല്ലോണം വിശ്വസിച്ച് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞിവിടെ നിർത്താം. ശ്രുത്വാ ത്രിവക്രയോക്തം തഥാ കേകയനന്ദിനി തത്വമേവാ അഖിലം മേനേ ദുസ്സംഗാഹിത വിഭ്രമ. പാവം ദുസ്സംഗം കൊണ്ട് പരിഭ്രമിച്ച് അതൊക്കെ ശരിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.